TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ഉടനടി ജയിൽ മാറ്റിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. കോടതി വിധിക്ക് ശേഷം കുറ്റവാളികളെ ഉടനടി വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയതിനു പിന്നിൽ ജയിൽ മേധാവി TP സെൻകുമാർ ഉൾപ്പെടെ ഉന്നതരുടെ ഗൂഢാലോചനയുണ്ടെന്നും വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ടെന്നും പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു. അങ്ങനെ മാറ്റുന്ന നില ഏതെങ്കിലും ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിനകത്ത് ഉന്നതമായ ആലോചനകൾ നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിയമം വിട്ടുള്ള ആലോചനകൾക്കാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്. ഇവിടെ ആ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. അതിൽ ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് രമേശ് ചെന്നിത്തലയുടെ അറിവുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ജയിലിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥൻ കേരളത്തിൽ പൊതുവെ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന് അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ഛായ, ആരാന്ന വ്യക്തമല്ല, ഇങ്ങനെ നടക്കുന്നു. എന്നിട്ട് അത് മോഹനൻ മാസ്റ്ററാണ് എന്നൊരു സംശയം പറയുക. അതിൻ്റെ പിന്നിൽ മറ്റാരുമല്ല, ഈ പറയുന്ന ജയിൽ മേധാവിയാണ് അത്തരം ഒരു കാര്യം ഒരുക്കുന്നതിന് കാര്യങ്ങൾ നീക്കിയത്. പോലീസ് മർദ്ദനങ്ങൾക്കെതിരെ എന്നും ശക്തമായ നിലപാടുകൾ അറിയിച്ച് രംഗത്തെത്തിയ പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞ പിണറായി വിജയൻ TP വധക്കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ക്രൂരമർദ്ദനം നടന്നുവെന്നറിഞ്ഞപ്പോൾ പാർട്ടി നേതാക്കൾ ജയിലിൽ സന്ദർശിച്ചതിന് പിന്നിൽ അസ്വാഭാവികതയില്ലെന്നും കൂട്ടിച്ചേർത്തു. നിയമവ്യവസ്ഥയ്ക്കെതിരായ കാര്യങ്ങൾ നടന്നാൽ അതിനെ എതിർത്തുകൊണ്ട് CPM രംഗത്ത് വരുമെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. തിരൂരിൽ താലിബാൻ മോഡൽ അക്രമം SDPI അഴിച്ചുവിട്ടപ്പോൾ ലീഗ് സംരക്ഷണമായി എത്തിയെന്നും എന്നാൽ ലീഗിനെ കൂടാതെ UDF സർക്കാർ പല സന്ദർഭങ്ങളിലും താലിബാനിസത്തെ അനുകൂലിച്ച് രംഗത്തെത്തുന്നുണ്ടെന്നും അത് അവർക്ക് ഗുണം ചെയ്യില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും BJPക്കും പ്രതീക്ഷിക്ക വകയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ നയത്തിലൂടെ പൊതുവിതരണ മേഖല തകർന്നതായും ആധാർ കാർഡിലെ അവ്യക്തത പാചകവാത വിതരണ മേഖലയുടെ സ്തംഭനത്തിന് കാരണമായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടിക്കെതിരെ തിരഞ്ഞെടുപ്പിൽ ജനം പ്രതികരിക്കുമെന്നും അമ്പലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു.